പ്രവാസ ലോകത്ത് ഇരുന്ന് ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തിയതിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ ഉടൻ പിടിയിലായ മലപ്പുറം ഐക്കരപ്പടി സ്വദേശിയായ യുവാവിനെതിരെ UAPA ചുമത്തിയതോടെ സമാനമായ കേസിൽപ്പെട്ടവർ ഭീതിയിൽ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്ന ഇയാൾ നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെ കരിപ്പൂർ എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയെ ഇടുക്കി മുട്ടം പോലീസിന് കൈമാറുകയും കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് സമാനമായ രീതിയിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയവർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന ഭീതിയിൽ വിദേശത്ത് തുടരുന്നത്. ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിച്ച് ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ ഇന്ത്യൻ പൗരനുമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തോടെ ഇത്തരം വിമർശനങ്ങൾ പലപ്പോഴും അതിരുകടക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സമൂഹത്തിൽ വെറുപ്പ് വിതറുകയും രാജ്യദ്രോഹപരമായ പരാമർശങ്ങൾ പരസ്യമായി നടത്തുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു. ഇത്തരം രാജ്യവിരുദ്ധ സൈബർ പ്രചരണങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ചില മലയാളികളാണ് എന്നത് ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു. സൗദി, ഖത്തർ, UAE, ഒമാൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ കഴിയുന്നതുകൊണ്ട് രാജ്യത്തെയും ഭരണകൂടത്തെയും അന്ധമായി പരിഹസിക്കുന്നതും തരം താഴ്ത്തി സംസാരിക്കുന്നതും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മുൻപ് ഇറാൻ യുദ്ധകാലത്ത് ഫേസ്ബുക്കിൽ ചിത്രങ്ങൾ പങ്കുവച്ചതിന്റെ പേരിൽ അനേകം പ്രവാസികളെ UAE സർക്കാർ ജയിലിൽ അടച്ചിരുന്നു. അതോടെ തങ്ങൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും പകരം ഇന്ത്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇവരുടെ രീതിയായി മാറുകയായിരുന്നു. ഇതിനിടയിൽ ഗൾഫിൽ വെച്ച് ഇവർക്ക് ആരെങ്കിലും മറുപടി നൽകിയാൽ അവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ച് അവരെ ജയിലിൽ അടപ്പിക്കുന്നത് ഇക്കൂട്ടരുടെ സ്ഥിരം ശീലമാണെന്ന ആക്ഷേപവും ശക്തമാണ്. എന്നാൽ ഇത്തരത്തിൽ പ്രവാസ ലോകത്തിരുന്ന് ഇന്ത്യക്കെതിരെ കടുത്ത രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ മലപ്പുറം ഐക്കരപ്പടി സ്വദേശിയായ മുഹമ്മദ് സനൂഫ് എന്ന യുവാവ് ഒടുവിൽ നിയമത്തിന്റെ വലയിലായിരിക്കുകയാണ്. 1 വർഷം മുൻപ് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച കൊച്ചി സ്വദേശിയായ മലയാളി സൈനികൻ N. രാമചന്ദ്രന്റെ വിയോഗത്തിന് പിന്നാലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. സൈനികന്റെ മകൾ അച്ഛന്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് വികാരനിർഭരമായ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്ന സനൂഫ് ഈ വീഡിയോയ്ക്ക് താഴെ ഇന്ത്യക്കാർ ഇനിയും മരിക്കും എന്ന തരത്തിൽ അങ്ങേയറ്റം പ്രകോപനപരവും രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതുമായ വിദ്വേഷ കമന്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചേക്കും. ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപെടുത്തും. മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നുകയറി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഇന്ത്യൻ ആർമിക്ക് ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിങ്ങളുടെയൊക്കെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും എന്നായിരുന്നു കുറിപ്പ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി കമന്റിന്റെ സ്ക്രീൻഷോട്ട് സഹിതം മുട്ടം പോലീസിൽ പരാതി നൽകി. സംസ്ഥാന സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ വിദേശത്തിരുന്ന് പോസ്റ്റ് ചെയ്ത ഈ കമന്റ് അതീവ ഗുരുതരമായ കുറ്റമാണെന്ന് കണ്ടെത്തുകയും പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. തുടർന്ന് സൗദിയിൽ നിന്ന് രഹസ്യമായി തന്നെ കേരളത്തിലെത്താൻ ശ്രമിച്ച മുഹമ്മദ് സനൂഫിനെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ഉടൻ ഇമിഗ്രേഷൻ അധികാരികൾ തടഞ്ഞുവെക്കുകയും കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ശേഷം പ്രതിയെ ഇടുക്കി മുട്ടം പോലീസിന് കൈമാറുകയും കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു.